അസ്സലാമു നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ വായിച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു നിക്കാഹിന്. പിന്നെ ഇത് വായിച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ നിക്കാഹ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങോട്ട് വരിക. തലശ്ശേരി കഴിഞ്ഞിട്ടല്ലേ മച്ചത്? അപ്പോൾ വരെ തൊട്ടടുത്ത് തന്നെ വായിച്ചിൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കാതെ തുടങ്ങാൻ ഇനിയും കുറേ സമയമുണ്ട്. രസമാണ് നമുക്ക് വിലപ്പോൾ വന്ന് വാച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോകുമ്പോൾ നല്ല ഹാപ്പി ചളി പിളി. ഇവിടുത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നു വരുമ്പേ എല്ലാ വീടും കണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു അടവ് കൊടുത്തിട്ട് അതറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ എന്ത് ബിരിയാണി അല്ല ബിരിയാണി കുറച്ച് രസമല്ല അല്ല ഫുൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ മന്തി കഴിച്ചില്ല. ഐസ്ക്രീം എങ്ങനെ ഉണ്ടാവും? 3 പ്രാവശ്യം അവ എത്ര പ്രാവശ്യം തന്നെ? ഞാൻ ഒറ്റൊന്നും തുള്ളി കഴിച്ചില്ല. ഏടാ ഞാൻ കണ്ടു നീ കഴിക്കണേ. കുറച്ച് കഴിച്ചിട്ട് നാട്ട് കളഞ്ഞു. കഴിഞ്ഞോ? അതെ ഷുഗർ വേണ്ട. ഇവിടെ ലോട്ടും ആ സാധനങ്ങൾ കുറേ ഉണ്ടില്ലേ. ഓനെ ഏതോ വീഡിയോ കണ്ടേ കണ്ടുവച്ചാ പൊട്ടിക്ക് അടിപൊളിയില്ലേ? പണ്ട് പിന്നെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മള് പിന്നെ പെരുന്നാളിന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മളാ ജീപ്പൊക്കെ എടുത്ത് അല്ലേ നമ്മളിങ്ങനെ കുറേ നമ്മളെന്ത് ചെയ്യും, ബീച്ച് രാത്രി വൈകുന്നേരം ബീച്ചിൽ വന്ന് കറങ്ങാം. ബീച്ച് കഴിഞ്ഞ് ശരിക്കും നമ്മളെ ഒരു ട്രിപ്പ് ഡെസ്റ്റിനേഷൻ ശരിക്കും പണ്ടൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പോഴത്തെ ഇപ്പോൾ വൈകുന്നേരം സമയം കിട്ടിയ അപ്പോൾ വണ്ടി എടുക്കുക, ബീച്ച് വരിക. പണ്ടൊക്കെ ചെറുപ്പത്തിൽ കൊല്ലത്തിലൊക്കെ 2 പ്രാവശ്യമൊക്കെ വന്നാൽ 2-3 പ്രാവശ്യമൊക്കെ മാക്സിമം ബീച്ച് വന്നാലായില്ലേ. പിന്നെ അമ്മായിയൊക്കെ കയറി പിന്നെ നമ്മൾ ജംഗ്ഷനാണ് തീരുമാനം. അങ്ങോട്ട് തിരിയാനോ വയനാട്ടിൽ പോകണോ അല്ലെ മലമ്പുഴ പോകണം. 2 ഓപ്ഷനാ. അമ്മായിയൊക്കെ ഇല്ലല്ലോ പാവം. അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മള് അല്ലെങ്കിൽ വയനാട് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മള് ബീച്ചിലേക്കുള്ള വരവാണ് അന്നൊക്കെ അന്ന് പറഞ്ഞു. വായിച്ചോണ്ട് അങ്ങനെ പറയണേ. വായിച്ച് അത്ര ഇഷ്ടമൊന്നുമില്ലല്ലോ, വല്ലാതെ ഒന്നും പോരാ. ഇങ്ങനെ കുറേ പറഞ്ഞാലും പിന്നെ സമയത്ത്
അന്ന് ഇത്ര സൗകര്യം ഇല്ലല്ലോ അന്ന് അന്ന് ഇത്ര സൗകര്യങ്ങളില്ലല്ലോ. ആ അതുണ്ട്. പിന്നെ മക്കളൊക്കെ പഠിക്കുന്ന കാലം ഇപ്പൊ എനിക്ക് എത്ര ഓപ്ഷൻസ് ഇപ്പൊ മക്കളൊക്കെ ബീച്ച് മാസത്തില് 2-3 പ്രാവശ്യം എന്തായാലും ബീച്ചിലേക്ക് വരും. വന്നാലോ കളിക്കാനുള്ള സംഭവങ്ങൾ. അതെ, പണ്ട് ചിരട്ട എടുത്ത് നഞ്ഞ മണ്ണും എടുത്തോണ്ട് ചുടുന്ന മാതിരിയാണ് ഇപ്പോല്. എന്താലേ ഇപ്പൊ ഇല്ല, ആ കളിയൊന്നും ഇല്ലല്ലോ. പക്ഷെ നല്ല അത്രയും ഫോൺ ഒഴിവായി കിട്ടുമല്ലോ. പിന്നെ ഓൾക്ക് വീട്ടില് മണ്ണില്ലല്ലോ കളിക്കാൻ. അതെ, ഭയങ്കര ഇഷ്ടമായിരിക്കും മണ്ണ് ആർന്ന് കളിച്ചോട്ടെ. മാത്രമല്ല ഈ ഉപ്പുള്ള മണ്ണാവുമ്പോ റെസിസ്റ്റൻസ് പവർ കൂടും. ദശാവതാരം സിനിമ കണ്ടില്ലേ, ഉപ്പ് കൊണ്ട് ഇതാക്കണേ ദശാവതാരം. ആ ഉപ്പ് ശരിക്കും ഇതിനെ കൊല്ലല്ലോ, ബാക്ടീരിയാസിന്. വേറെ സൺസെറ്റ് കഴിഞ്ഞു, ഞാൻ കണ്ടില്ല. സൺസെറ്റോ കണ്ടോ? നമുക്കൊരു കാര്യം, നാളെ രാവിലെ നമുക്ക് സൺറൈസ് കാണാൻ വന്നാല് ഏർലി മോർണിംഗ്. നമ്മൾ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും രാവിലെ എന്നോട് പറയാ രാവിലെ നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടിട്ട് ബീച്ചിൽ പോയാലോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെടാ. പിന്നെ നിഷ്കുമായിട്ട് പറഞ്ഞു ആയിക്കോട്ടെ എന്നില്ലേ. നിഷ്കോ ഇതാ അറിയില്ല, ഓനൊരു കാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ട് പിന്നെ അവസാനം പറഞ്ഞു ഏതായാലും ഇതും തന്നോട് പറയണ്ട, എന്നെ ഡിവോഴ്സ് ചെയ്യാൻ മതിയാവും. പിന്നെയൊക്കെ കത്തല ഞാൻ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എത്രയും നേരം വൈകിയേ? അതൊരു കാരണം. മാപ്പില് വേറെ വഴി കാണിച്ചു, നേരെ പോകുന്നെങ്കിൽ നല്ല റോഡിന് പോലെ. പക്ഷെ മാപ്പ് ഇത് കാണിച്ച് അങ്ങോട്ട് തിരിയേണ്ടോടത്ത് ഞാനോട് ഞാൻ പറഞ്ഞു ഇതില്ല പോരണം. അങ്ങനത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നിട്ടോ. അപ്പോൾ ഇൻഷാല്ലാ, അപ്പം ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.